വെൽക്കം ടു സസിയ ക്രിയേഷൻസ്. അപ്പോൾ നമ്മുടെ പറമ്പിൽ നിന്ന് ദേ സ്റ്റാർ ഫ്രൂട്ട് പറിക്കുകയാണ് കേട്ടോ. ഇത് ഉപയോഗിച്ചിട്ട് എനിക്കൊരു 3-4 ഡിഷസ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഇത് ഞാൻ മാക്സിമം മൂക്കാൻ വേണ്ടി അവിടെ നിർത്തിയേക്കായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഈ സ്റ്റാർ ഫ്രൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അധികം പുളിയുള്ള ടൈപ്പ് അല്ല കേട്ടോ. ഇത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഭയങ്കര പുളിയുള്ളതുണ്ട്, പുളി കുറഞ്ഞതുണ്ട്. അപ്പോൾ വളരെ പുളി കുറഞ്ഞതാണ്. ഞങ്ങളിതിനെ ഇവിടെ സ്റ്റാർ ഫ്രൂട്ട് എന്ന് തന്നെ പറയുക. പക്ഷെ നമ്മൾ യൂട്യൂബ് നോക്കുമ്പോൾ ചതുരപ്പുളി, നക്ഷത്രപ്പുളി, ക്യാരംബോള എന്നൊക്കെ പേരുകളുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. ആദ്യം തന്നെ നമ്മുടെ ഈ സ്റ്റാർ ഫ്രൂട്ട് നന്നായിട്ട് നമ്മൾ കഴുകി ക്ലീൻ ചെയ്യുക. അതിന് ശേഷം അതിൻ്റെ എഡ്ജ് ഉണ്ടല്ലോ, അതൊന്ന് പതുക്കനെ നമ്മൾ കളയണം. അമരക്കായൊക്കെ നമ്മളിങ്ങനെ ചീന്തി കളയില്ലേ, അതുപോലെ. അതിന് ശേഷം ചെറുതാക്കി നമ്മൾ കട്ട് ചെയ്യുക. ഇത് നമ്മളിങ്ങനെ ചെറുതായിട്ട് അരിയുമ്പോൾ അതിൽ ചെറിയ സീഡ് കാണാം കേട്ടോ, ചെറിയൊരു ബ്ലാക്ക് കളറ്. അപ്പോൾ എനിക്ക് ഇന്ന് പള്ളിയിലൊക്കെ പോകാനുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അതൊന്നും കളഞ്ഞില്ല. അതടക്കം മിക്സിയിൽ അടിക്കുകയാണ് ചെയ്തത്. നല്ല ക്ഷമയുള്ളവർക്ക് പതുക്കനെ കത്തി കൊണ്ട് അത് കുത്തി കളയാട്ടോ. ഞാൻ അതൊന്നും കളഞ്ഞില്ല, അത് അടക്കം അടിക്കുകയാണ് ചെയ്തത്. പിന്നെ 3 പ്രാവശ്യമായിട്ടാണ് ഈ സ്റ്റാർ ഫ്രൂട്ട് അടിച്ചെടുത്തത്. അപ്പോൾ ഒരു തരി വെള്ളം ഒഴിച്ചു. അധികം നമ്മൾ വെള്ളം ഒഴിക്കരുത്. അധികം വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കുറുകി വരാനായിട്ട് സമയമെടുക്കും. ദേ നമ്മുടെ മിക്സിയിൽ അരപ്പ് ഞാനൊരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. അതേപോലത്തെ ഒരു ബൗളിൽ 3/4 പാത്രമാണ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടിന് അത്യാവശ്യം മധുരമുള്ളതാണ്, അതുകൊണ്ടാണ് കേട്ടോ അളവ് കുറച്ചെടുത്തിരിക്കുന്നത്. ഒരു പാൻ എടുത്തിട്ട് ആ 3/4 ബൗൾ അങ്ങനെ തന്നെ ഇതിലോട്ട് ഒഴിച്ചു. ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു. അപ്പോൾ ഇതൊന്ന് പതുക്കനെ അലിഞ്ഞ് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മളുടെ ഈ മിക്സ്ചർ നേരത്തെ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതങ്ങനെ തന്നെ ഇതിലോട്ട് ഞാൻ ഒഴിച്ചു കേട്ടോ. അങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കുക. നമ്മൾ ജാം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഞാൻ ഇതിൻ്റെ മധുരം നോക്കിയപ്പോൾ കറക്റ്റായിരുന്നു. പക്ഷേ ഇവിടെയുള്ളവരൊക്കെ ഉണ്ടല്ലോ ഭയങ്കര മധുരക്കൊതിയന്മാരാണ്. അപ്പോൾ അവരെ പേടിച്ചിട്ട് ഞാൻ കുറച്ചും കൂടിയും ഇട്ട് കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ ഞാൻ ഇതേ ഒരു 2 ഡ്രോപ്പ് കളർ ആഡ് ചെയ്തു കേട്ടോ. കാരണം ഈ സ്റ്റാർ ഫ്രൂട്ട് നമ്മളിങ്ങനെ വൈറ്റ് പോലെ കളറാണ് വരിക ജാം ഉണ്ടാക്കുമ്പോഴേ. അപ്പോൾ അതുകൊണ്ടാണ് 2 തുള്ളി കളർ ആഡ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും ഇട്ടു. ദേ അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 3-4 ഏലക്കായ നന്നായിട്ട് പൊടിച്ചിട്ട് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് പഞ്ചസാര കൂട്ടിയിട്ടാണ് പൊടിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് വൈറ്റ് കളറായിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ചെറുനാരങ്ങ നീര് ഒരു 1/2 ചെറുനാരങ്ങ ഇത്തിരി വലുതായിരുന്നു, അതുകൊണ്ട് പകുതി ചെറുനാരങ്ങ നീരും വീഴ്ത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ട, ഇതായിട്ടില്ല, വെള്ളം പോലെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി നേരം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇളക്കാനായിട്ട് അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ അതേ കളറൊക്കെ ചേഞ്ച് ചെയ്തു, ഏകദേശം ഇറക്കാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ജാമിൻ്റെ കൺസിസ്റ്റൻസിയിലായോ എന്ന് അറിയാനായിട്ട് നമുക്കൊരു സൂത്രമുണ്ട്. ഒരു പ്ലേറ്റ് എടുക്കുക, ആ പ്ലേറ്റിലോട്ട് ഇതേ ഒരു സ്പൂൺ അങ്ങോട്ട് ഒഴിക്കുക. അപ്പോൾ അതിൽ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്ലേറ്റ് ചെരിച്ച് പിടിക്കുമ്പോൾ പെട്ടെന്ന് ആ വെള്ളം ഇങ്ങോട്ട് പോരും. ഇത് ഒഴിച്ചിട്ട് അങ്ങനെ പ്രത്യേകിച്ച് അനക്കൊന്നുമില്ല. അതിൻ്റെ അർത്ഥം അതിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാണെന്നാണ്. അപ്പോൾ ഇനി നമുക്ക് പതുക്കനെ അത് പാനിൽ നിന്നും ഞാനൊരു ചില്ല് ബൗളിലേക്ക് മാറ്റിയിട്ടോ. അത് വീഴുമ്പോൾ തന്നെ അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് പാകമാണ്. ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് കറക്റ്റ് ജാമിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ടുണ്ടെങ്കിൽ നമ്മളത് പാനിൽ നിന്ന് മാറ്റി വെക്കണം, അല്ലെങ്കിൽ അത് അതിനകത്ത് ഇരുന്ന് ഉറച്ചു പോകും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഗ്ലാസ് ബൗളിലേക്ക് മാറ്റിയത്. പിന്നെ അതൊരു 3-4 മണിക്കൂർ ഞാനതവിടെ മൂടി വെച്ചേക്കായിരുന്നു നോർമൽ ടെമ്പറേച്ചറിൽ. അതിന് ശേഷമാണ് ഞാൻ ചില്ല് ബൗളിലേക്ക് അത് മാറ്റിയത് കേട്ടോ. കഴിഞ്ഞ കൊല്ലം ഞാനിത് ഉണ്ടാക്കിയപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി. ഏലക്കായ ശരിക്കും പൊടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ജാമ് കഴിച്ചപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ